ഹലോ ഹായ് ഫ്രണ്ട്സ്, യൂണിറ്റ് 2-ലെ അവസാനത്തെ ടോപ്പിക്കായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റ് തന്നെ നമുക്ക് തുടങ്ങാം. എക്കോണമി ഓഫ് ഡിസ്റ്റൻസ്, ടേപ്പറിംഗ് പ്രിൻസിപ്പിൾ. എന്താണ് എക്കോണമി ഓഫ് ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് ദാറ്റ് ദ കോസ്റ്റ് പെർ കിലോമീറ്റർ ഡിക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻക്രീസ്. ഒന്നുമില്ല, അപ്പം ദൂരം കൂടുന്തോറും 1 കിലോമീറ്ററിന് വരുന്ന ചിലവ് കുറയുന്നു. അതായത് ട്രാൻസ്പോർട്ടേഷൻ്റെ തത്വങ്ങളാണ് പറയുന്നത്. എക്കോണമി ഓഫ് ഡിസ്റ്റൻസ് ആണ് ഫസ്റ്റ് പോയിന്റ്. ദൂരം കൂടുന്തോറും 1 കിലോമീറ്ററിന് വരുന്ന ചിലവ് കുറയുന്നു. അത് മാത്രമാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, എക്കോണമീസ് ഓഫ് സ്കെയിൽ. വെൻ കമ്പനീസ് ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഇൻ ലാർജർ ക്വാണ്ടിറ്റീസ് ദ റിഡ്യൂസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ബിക്കോസ് ദ ടോട്ടൽ കോസ്റ്റ് ഇസ് ഷെയർഡ് അക്രോസ് മോർ പ്രോഡക്ട്സ്. ദ പ്രിൻസിപ്പിൾസ് എൻകറേജസ് ബിസിനസ് ടു യൂസ് ബൾക്ക് ഷിപ്മെൻറ്റ്സ് വെയർ എവർ പോസിബിൾ ടു റെഡ്യൂസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ പറയുന്നത് അളവിൻ്റെ ലാഭമാണ്. അതായത് അതിൻ്റെ സ്കെയിലിൽ വരുന്ന ഒരു ലാഭത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സാധനത്തിൻ്റെ വലിയ അളവിൽ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ 1 യൂണിറ്റിന് വരുന്ന ചിലവ്, അപ്പം 1 യൂണിറ്റിൽ ഉണ്ടാകുന്ന ചിലവിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അത് സാധനങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഷിപ്പിംഗ് 1000 യൂണിറ്റ്സ് ഇൻ 1 ട്രക്ക് ഈസ് ഫാർ ചീപ്പർ ദാൻ മേക്കിംഗ് 10 സെപ്പറേറ്റ് ട്രിപ്സ് വിത്ത് 100 യൂണിറ്റ്സ് ഈച്ച്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് വിശ്വാസ്യത, റിലയബിലിറ്റി. Reliability refers to the consistency and predictability of transportation services. അതായത് സേവനം കൃത്യസമയത്ത് കൃത്യമായി നടക്കുമ്പോൾ നമുക്ക് ഉപഭോക്താക്കളുടെ ഒരു വിശ്വാസം പിടിച്ചു പറ്റാൻ പറ്റുന്നുണ്ട്. ഉപഭോക്താക്കളുടെ വിശ്വാസം നേടൽ അത്യാവശ്യവുമാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ബിസിനസ് വാല്യൂ ഡെലിവറി സിസ്റ്റംസ് ദാറ്റ് ആർ വൺ ടൈം ആൻഡ് ഡിപ്പെൻഡബിൾ, എസ്പെഷ്യലി വെൻ ഡീലിങ്സ് വിത്ത് ടൈം സെൻസിറ്റീവ് ഓർ ഹൈ വാല്യൂ ഗുഡ്സ്. റിലയബിൾ ട്രാൻസ്പോർട്ട് റെഡ്യൂസസ് ഡിലേ, സ്റ്റോക്ക് ഔട്ട്സ് ആൻഡ് കസ്റ്റമർ കംപ്ലൈൻറ്റ്സ്. ഓക്കെ, next, flexibility. Flexibility in transportation means the ability to adapt quickly to route changes, varying delivery volumes and shifting customer needs. It allows logistics systems to respond to unexpected events like road closure, demand spikes or last minute orders. Road transport offers the highest flexibility in India due to the wide network and accessibility of remote areas. അതായത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സാഹചര്യങ്ങൾക്കും ഓർഡറുകൾക്കും അനുസരിച്ച് ഗതാഗത രീതികളിൽ മാറ്റം വരുത്താനുള്ള ഒരു കഴിവ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചെറിയ ഓർഡറുകൾക്ക് ബൈക്ക്, വലിയ ഓർഡറുകൾക്ക് വാന് എന്ന രീതിയിൽ ട്രാൻസ്പോർട്ടേഷനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് പറ്റുന്നുണ്ട്. ഇനിയാണ് പറയുന്നത് സേഫ്റ്റി ഈസ് എ ക്രിട്ടിക്കൽ പ്രിൻസിപ്പിൾ ദാറ്റ് എൻഷ്യൂർ ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് വിത്തൗട്ട് ഡാമേജ്, theft or loss. It involves using safe packaging, trained staff, proper handling procedures and advanced technology like GPS tracking and security seals. അതായത് സാധനങ്ങൾ കേടുപാടുകൾ കൂടാതെ മോഷണം പോകാതെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക. ഇതിനായി GPS, പാക്കേജിംഗ് എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് സ്പീഡ് വെസ് കോസ്റ്റ് ട്രേഡ് ഓഫ്. അതായത് there is often a trade-off between speed and cost in transportation. Air transport is faster but more expensive, while sea or rail transport is cheaper but slower. Companies must choose a mode based on the urgency and value of that product. Urgent deliveries justify higher cost, while bulk goods can take slower, cost-effective routes. അതായത് വേഗതയും ചെലവും തമ്മിലുള്ളൊരു അന്തരമാണ് പറയുന്നത്. അതായത് വേഗത കൂടുമ്പോൾ ചിലവ് കൂടും. വിമാനം, എയർലൈൻസൊക്കെ വേഗത കുറയുമ്പോൾ ചിലവ് കുറയും. കപ്പൽ, ട്രെയിൻ പോലെയുള്ളത്. ഇനി കേസ് സ്റ്റഡിയാണ് പറയുന്നത്. ഒരു ബ്ലൂ ഡാർട്ട് ലോജിസ്റ്റിക്സ് കമ്പനിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് വേറൊന്നുമില്ല, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലോജിസ്റ്റിക്സ് കമ്പനിയാണ് ബ്ലൂ ഡാർട്ട്. അത് രാത്രിയിലുടനീളമുള്ള ഡെലിവറിയാണ് നടത്തുന്നത്. മരുന്നുകൾക്കായി ശീതീകരിച്ച വാനുകളും അത്യാധുനിക ട്രാക്കിങ്ങും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് കമ്പനിയാണ്
ലോജിസ്റ്റിക്സ് കമ്പനിയാണ് ബ്ലൂ ഡാർട്ട് എന്നുള്ളത്. അതാണ് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി യൂണിറ്റ് 2 അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ യൂണിറ്റ് 3 ആയിട്ട് നമുക്ക് കാണാം.